വന്നിട്ട് ഒരാൾ നോക്ക് ചെയ്തു. അത് പുള്ളിക്കാരന്റെ കൊച്ചുമോളായിരുന്നു. പുള്ളിക്കാരി വന്നിട്ട് എൻ്റെ അടുത്ത് സംസാരിച്ചു. ആദ്യം എൻ്റെ അടുത്ത് ഇങ്ങനെയാണ് പറഞ്ഞത്, അതായത് എൻ്റെ ഗ്രാൻഡ് ഫാദർ ഇയാൾ ഇവിടെ ഹോസ്റ്റ് ചെയ്യുന്ന കാര്യം ഞങ്ങളോട് പെർമിഷൻ ചോദിച്ചിട്ടില്ല. ഇത് എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ വീടാണ്. അവർ എറണാകുളത്താണ് സെറ്റിൽഡ്. ഈ വീട്ടില് ജോർജ് എന്ന വ്യക്തി റെന്റിനാണ് താമസിക്കുന്നത്. അപ്പോൾ ആള് പെർമിഷൻ ഞങ്ങളോട് ചോദിക്കാതെയാണ് എന്നെ ഹോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ എനിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ സെക്യൂരിറ്റി റീസൺസ് എല്ലാം ഉണ്ടാവും. എന്താ പറയാ, US എന്ന് പറഞ്ഞാൽ നമ്മളൊരു വീട്ടിൽ താമസിക്കുകയാണെങ്കിൽ അവിടെ ഇപ്പോൾ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആ വീട്ടിൽ ഹോസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുടെയും കൂടെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പൊ അതുകൊണ്ട് പുള്ളിക്കാരി എൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞു. അരുണിമയ്ക്കെതിരെ ഇത്രയും വലിയ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായതിന് ശേഷം അരുണിമ ഒരു റിപ്ലൈ ആയിട്ട് ഒന്നും തന്നെ വന്നിട്ടില്ലായിരുന്നു. നമ്മൾ കഴിഞ്ഞ സമയത്ത് ഇതിനെപ്പറ്റി വീഡിയോ ഇട്ട സമയത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തുകൊണ്ട് അരുണിമ വീഡിയോ ഇടുന്നില്ല എന്നുള്ളൊരു കാര്യമൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനിപ്പോൾ അവസാനം റിപ്ലൈ ആയിട്ട് അരുണിമ തന്നെ എന്താണ് സംഭവിച്ചിട്ട് ഉള്ളൊരു കാര്യം, സംഭവിച്ച കാര്യങ്ങൾ വീഡിയോ ആയിട്ട് എക്സ്പ്ലനേഷൻ രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടത് മാത്രമല്ല, നിങ്ങൾ എന്നെ ഇപ്പം ഭയങ്കരമായിട്ട് മോശമായിട്ട് ചിത്രീകരിക്കുന്ന ആ വീഡിയോ കണ്ടത് ഞാൻ റൂമിൽ നിന്ന് വെളിയിലിറങ്ങി വീട്ടിന് വെളിയിലിറങ്ങാൻ പോകുന്ന ആ ഒരു സമയത്ത് സംസാരിച്ചത് മാത്രമാണ്. അതിന് മുമ്പുണ്ടെങ്കിൽ ജോർജിൻ്റെ കൊച്ചുമോൾ റൂമിൽ വന്നിട്ട് സംസാരിച്ച കാര്യങ്ങളായിരുന്നു നിങ്ങൾ ചെറിയൊരു ക്ലിപ്പ് ഫസ്റ്റ് ആ ഒരു കുറച്ച് നിമിഷം കണ്ടത്. ബാക്കിയും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അതിൻ്റെ ബാക്കിയും കൂടെ ഒന്ന് കണ്ടു നോക്കി, എന്നിട്ട് നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, കുഴപ്പമില്ല, ഞാൻ ഇപ്പൊ തന്നെ ഇറങ്ങണം എന്നാണോ പോണം എന്നാണോ ഉദ്ദേശിച്ചതെന്ന് ചോദിച്ചു. അപ്പൊ പുള്ളിക്കാരി പറഞ്ഞു അല്ല, നാളെ വേറെ ഒരു സ്ഥലം നോക്കിയാൽ മതി സ്റ്റേ ചെയ്യാനായിട്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞു എനിക്ക് മൺഡേ, അതായത് അന്നത്തെ ദിവസം 5-ാം തീയതിയാണ്, അതായത് ശനിയാഴ്ചയാണ്. അപ്പോ അതായത് വെള്ളിയാഴ്ച രാത്രിയാണ്. അപ്പൊ ശനിയാഴ്ച അതായത് 12 മണി, 6-ാം തീയതി 7-ാം തീയതി വെളുപ്പിനാണ് എനിക്ക് തിങ്കളാഴ്ച, 7-ാം തീയതി എന്ന് പറയുന്നത് തിങ്കളാഴ്ചയാണ്, ഏപ്രിൽ 7-ാം തീയതി തിങ്കളാഴ്ച എനിക്ക് ഓൾറെഡി ഫ്ലൈറ്റ് ഉണ്ട് ഷിക്കാഗോ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്ക്. ഞാൻ പറഞ്ഞു എനിക്ക് തിങ്കളാഴ്ച ഏർലി മോർണിംഗ് ഫ്ലൈറ്റ് ഉണ്ട്, ഞാനപ്പോൾ അതിൽ പോകുന്നു പറഞ്ഞു. പുള്ളിക്കാർ പറഞ്ഞു ഇല്ല, നാളെ തന്നെ വേറെ സ്റ്റേ ചെയ്യാനുള്ള ഒരു സ്ഥലം നോക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെയും പുള്ളിക്കാരി ഇങ്ങനെ കൂടുതൽ കാര്യങ്ങൾ എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചു. എന്താ പറയാ, ആള് എന്താ പറയാ ഞങ്ങളോട് ചോദിക്കാണ്ടാണ് ഹോസ്റ്റ് ചെയ്ത്, അത് തന്നെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, ഇങ്ങനെ വന്ന് ഞങ്ങൾക്ക് ഇഷ്ടമല്ല ഇങ്ങനെ ഒരാൾ ഇവിടെ വന്ന് താമസിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ആക്ച്വലി ഞാനിങ്ങനെ വലിഞ്ഞു കയറി വന്നതല്ലോ, ഇതേ ഡയലോഗ് ആട്ടോ ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞു ഇങ്ങനെ വലിഞ്ഞു കയറി വന്നതല്ലല്ലോ, അതായത് നിങ്ങളുടെ ഗ്രാൻഡ് ഫാദർ വിളിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്, ആളാണ് എന്നെ എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നത്, അങ്ങനെയാണ് ഞാൻ ഇവിടെ താമസിച്ചത് എന്ന് പറഞ്ഞു. അപ്പോ ഞാൻ പറഞ്ഞു ഞാൻ ഇന്ന് തന്നെ ഇവിടുന്ന് ഇറങ്ങുവാണ്, എനിക്കിവിടെ താമസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ബാഗ് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ബാഗ് പാക്ക് ചെയ്യുന്നതിന്റെ ഇടയിൽ തന്നെ പുള്ളിക്കാരി ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അതിനിടയിൽ പുള്ളിക്കാരിനെ ഞാൻ ഡിസ്റെസ്പെക്ട് ചെയ്തിട്ടാണ് സംസാരിച്ചത് എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ആരെയും ബുദ്ധിമുട്ടിക്കാനായിട്ടോ ഒന്നിനും ഞാൻ വരുന്നില്ല, ഞാൻ അങ്ങനെ നിൽക്കുന്ന ഒരാളുമല്ല, പിന്നെ നിങ്ങൾ ഗ്രാൻഡ് ഫാദർ എന്നെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് മാത്രം ഗസ്റ്റ് ആയിട്ട് ഇങ്ങോട്ട് വന്നാന്നു. അപ്പോഴാണ് പുള്ളിക്കാരി വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു ആൾ ഞങ്ങളോട് പെർമിഷൻ ചോദിക്കാണ്ടാണ് വന്നത്. പക്ഷെ എനിക്കറിയില്ലല്ലോ, അതായത് ആൾ എന്നെ ഇൻവൈറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഫാമിലി ആണോ എന്ന് ചോദിച്ചു. ഫാമിലി ആണ്, എനിക്ക് ഫാമിലിയിൽ ഒരു സ്ഥലമുണ്ട് എന്ന് മാത്രം പറഞ്ഞു. ഈവൻ എൻ്റെ അടുത്ത് ടെന്റ് എടുക്കണ്ട എന്ന് വരെ പറഞ്ഞു. ഞാൻ അടുത്ത രാജ്യത്തേക്ക് പോകുമ്പോൾ ഞാൻ അവിടെ ടെന്റ് അടിക്കുമെന്നും ആളോട് ഞാൻ ചാറ്റിൽ പറയുന്നുണ്ടായിരുന്നു. അതിന്റെ ചാറ്റും ഞാനിവിടെ കാണിക്കാം. ഇത്രയും കാര്യങ്ങളാണ് അവിടെ സംഭവിച്ചതെന്നുള്ള കാര്യമാണ് അരുണിമ പറയുന്നത്. അത് കണക്ക് മെസ്സേജ് അയച്ചാൽ ഒരു ഫുൾ വീഡിയോ ബാക്കിയുണ്ട്, നിങ്ങൾക്ക് കാണണമെങ്കിൽ അരുണിമയുടെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് കാണണമെങ്കിൽ പോയി കാണാവുന്നതാണ്. അതിനകത്ത് പറയുന്ന വേറൊരു കാര്യമുണ്ടെങ്കിൽ ഇവർ തമ്മിൽ ജോർജും അരുണിമയും മെസ്സേജ് അയക്കുന്ന കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. അതും അരുണിമ അമേരിക്കയിൽ വരുന്നതിന് മുമ്പ് ഇത് കണക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ അവിടെ വരുന്നു എന്നുള്ളൊരു കാര്യം. അപ്പോൾ ജോർജ് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ എൻ്റെ കൂടെ ഫാമിലിയുടെ കൂടെ വന്ന് നിൽക്കാൻ പറഞ്ഞു. അപ്പോഴത്തേന് അരുണിമ ചോദിക്കുന്നുണ്ട് ഫാമിലിയുടെ കൂടാണോ നിൽക്കുന്നതെന്ന് ചോദിച്ചു. ആ സമയത്ത് അതേ എന്ന് പറയുന്നു, എങ്കിൽ ഞാനവിടെ നിൽക്കാമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേന് ആ ജോർജ് പറയുന്നുണ്ട് നിൽക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പം നിൽക്കാമെന്ന് പറഞ്ഞ് വോളണ്ടിയറായിട്ട് ഒരു വ്യക്തി ഉണ്ടെങ്കിൽ വന്ന് നിൽക്കൂ എന്ന് പറഞ്ഞിട്ടാണ് അരുണിമ അവിടെ ചെല്ലുന്നത്. അവിടെ ചെന്നതിന് ശേഷമാണ് ഈ ഒരു സംഭവങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. എനിക്ക് തോന്നുന്നു അവരെ മക്കളും കൊച്ചുമക്കളും അതിനോട് ഇഷ്ടം തോന്നിയില്ല. പക്ഷെ അത് അരുണിമയ്ക്ക് എങ്ങനെ അറിയാം? അരുണിമ എടുത്ത് പറഞ്ഞിട്ടില്ല ഇത് എനിക്ക് ഫാമിലി അറിയത്തില്ല എന്നുള്ളൊരു കാര്യമൊന്നും അറിയത്തില്ല. നോർമലായിട്ട് അരുണിമ വീട്ടിലേക്ക് വിളിക്കുന്നു, വീട്ടുകാർക്കെല്ലാം അറിയാമെന്ന് വിചാരിക്കുന്നു, കുറച്ച് ദിവസം സ്റ്റേ ചെയ്യുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കൊച്ചുമോൾ റൂമിൽ വരുന്നത്, ഇതേ കണക്ക് പറയുന്നതും പോകാൻ പറയുന്നതും. അതും പെട്ടെന്ന് ചിലപ്പോൾ നോർമലായിട്ട് ഒരു വ്യക്തിക്ക് അത് കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഈഗോ ഹേർട്ടാവാം, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ അരുണിമയ്ക്ക് അതാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. പെട്ടെന്ന് തന്നെ അവിടുന്ന് ഇറങ്ങിയതിന് ശേഷം ഇത് കണക്ക് വേറെ റൂം എടുക്കുന്നു.
അരുണിമ ചെയ്തതിൽ ഭയങ്കരമായിട്ട് തെറ്റ് ഉണ്ടെന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. ആ ഒരു കാര്യം പെട്ടെന്ന് ചിലപ്പം ദേഷ്യം വരാം, ഈഗോ ഹർട്ടാവാം, ആ സമയത്തുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നത് ശരിയായിട്ട് റെസ്പോണ്ട് ചെയ്തും കാണത്തില്ല. ആ ഒരു സമയത്തെ വീഡിയോസാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അരുണിമ പൂർണ്ണമായിട്ട് ചെയ്തത് ശരിയാണെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. ബട്ട് എന്നിരുന്നാൽ പോലും അതിന് മുമ്പ് ആ ഒരു കൊച്ചുമോൾ എന്താണ് സംസാരിച്ചതെന്നുള്ളൊരു കാര്യം നമുക്ക് അറിയത്തില്ല. അത് ഇപ്പോൾ അരുണിമയാണ് പറയുന്നത്. പക്ഷേ അരുണിമ പറയുന്നത് നമുക്ക് ചിലപ്പം പറയാം ഇത് ഫുള്ളായിട്ട് വിശ്വസിക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു കാര്യം. അതിലും ഓക്കെ. പക്ഷേ എന്നിരുന്നാൽ പോലും അരുണിമ ചെയ്തത് ഭയങ്കര കംപ്ലീറ്റ്ലി തെറ്റാണെന്നും പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ തെറ്റ് പൂർണ്ണമായിട്ടും ഒരു തെറ്റും ഇല്ലെന്ന് പറയാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീടിന് വെളിയിൽ ഇറങ്ങിയതിന് ശേഷം അതേ കണക്കൊരു വീഡിയോ ഇടുന്നത് എന്തെന്ന് പറഞ്ഞാൽ പോലും അത്രയും ദിവസം നിർത്തിയ ഒരു വ്യക്തിയാണ്, അവിടെ മൊത്തം കൊണ്ട് കാണിച്ചൊരു വ്യക്തിയാണ്. അപ്പോഴത്തേന് വെളിയിൽ ഇറങ്ങിയ സമയത്ത് ഉടനെ തന്നെ അങ്ങനെ കരഞ്ഞുകൊണ്ടൊരു വീഡിയോ പോലെ വന്നതും അത് ഒട്ടും ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. അത് ചിലപ്പോൾ ആ ഒരു കുടുംബത്തെ മൊത്തം നാറ്റിക്കുന്ന രീതിയിലായിരിക്കും. നിങ്ങളുടെ പേഴ്സണലായിട്ട് നടന്നൊരു സംഭവം അത് ആ ഒരു രീതിയിൽ എടുത്തിട്ട് മുമ്പോട്ട് പോകണമായിരുന്നു, അടുത്ത വീഡിയോ ഇട്ട് പോകണമായിരുന്നു. അതിനു പകരം ആ ഒരു വീഡിയോ വെളിയിൽ നിന്ന് ഇറങ്ങി കരഞ്ഞുകൊണ്ടിരുന്നത് അത് ആ ഒരു കുടുംബത്തെ മൊത്തം നാറ്റിക്കുന്ന രീതിയിലാണ്. എന്തായാലും 2-3 ദിവസം അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു, ഫുഡ് തന്നിട്ടുണ്ടായിരിക്കാം, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ള ഒരു കുടുംബത്തെ അങ്ങനെ മൊത്തത്തിൽ ഒരു ആക്ഷേപിക്കുന്ന രീതിയിൽ ചെയ്യുന്ന ഒരിക്കലും ശരിയായിട്ടില്ല. അതുപോലെ തന്നെ ആ ഒരു ജോർജിനെ പറ്റി പറഞ്ഞതും ഇത് എനിക്ക് അവിടെ നിൽക്കുവാണ്, ഇങ്ങനത്തെ കാര്യങ്ങൾ അവരൊക്കെ എന്താ പറയുക ഒരുമാതിരി വാടകയ്ക്ക് നിൽക്കണം, ഒരു വിലയില്ല, ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ അത് കേൾക്കുമ്പോഴത്തേന് അവർക്ക് തന്നെ ചിലപ്പോൾ അവരുടെ കുടുംബക്കാരെ തന്നെ ഇവരെ വിളിച്ച് ഭയങ്കരമായിട്ടുള്ള രീതിയിൽ സംസാരിക്കാം, ഇവരുടെ അടുത്ത് ആ കാര്യങ്ങളൊക്കെ കുത്തി ചോദിക്കുമ്പോഴത്തേന് അത് ഭയങ്കരമായിട്ടുള്ള രീതിയിൽ മോശമായി പോയി എന്നുള്ളൊരു കാര്യം അരുണിമ ചെയ്തത് എനിക്ക് പേഴ്സണലായിട്ട് തോന്നി. കാരണം എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ ഒഴിവാക്കാമായിരുന്നു. അത് ഇതിനും പ്രശ്നത്തിലേക്ക് ഒന്നും തന്നെ കൊണ്ടുപോകണ്ട എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതങ്ങനെ കൊണ്ടുപോയത് വളരെ മോശമായി പോയി. അത് അരുണിമ ചെയ്ത് വളരെ തെറ്റാണ്. അത് അരുണിമയ്ക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ ഭാഗത്തും തെറ്റുണ്ടെന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യം ഇത്. അതുപോലെ തന്നെ ആ ഒരു വീഡിയോയിൽ പിന്നെ പറയുന്നുണ്ട്, ഞാനിപ്പം വീഡിയോ ഇറങ്ങിയ സമയത്ത് ആ സമയത്ത് പറഞ്ഞിട്ടുണ്ട് എന്നെ അടിച്ച് പുറത്താക്കിയെന്ന് ആ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. പക്ഷെ എന്നെ പുറത്താക്കിയതല്ല, ഞാനായിട്ട് ഇറങ്ങി വന്നതാണെന്ന് പിന്നെ ഇപ്പം പുതിയതായിട്ട് ഇട്ട വീഡിയോയിലും പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ അതിനകത്ത് പറയുമ്പോഴത്തേന് ആ ഒരു കുടുംബത്തിൽ ഭയങ്കര മോശമായിട്ടുള്ള രീതിയിൽ ചിത്രീകരിക്കപ്പെടും. കാരണം എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് സ്വയം ഇറങ്ങി വന്ന ഒരു കാര്യം, അല്ലാതെ അവർ ഇറക്കി വിട്ടതൊന്നുമല്ല. പക്ഷേ ആദ്യം വന്ന വീഡിയോയിൽ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ ഇറക്കി വിട്ടതാണെന്ന് പറയുമ്പോഴത്തേന് ആൾക്കാരെന്ത് വിചാരിക്കും, അവരുണ്ടെങ്കിൽ മോശക്കാരാണ്, കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഒരു രാത്രി ഒരു പെൺകുട്ടിയെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുമെന്നൊക്കെ പറയുമ്പോൾ അത് ഭയങ്കരമായിട്ടുള്ള രീതിയിൽ ബാധിക്കും. സോ അങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ട് അതിന് റെസ്പോണ്ടും ആ ഒരു സമയത്തൊന്നും ചെയ്യാതെ കുറേ ദിവസങ്ങൾ കഴിഞ്ഞ് ഇപ്പം വീഡിയോ റെസ്പോണ്ട് ചെയ്യുമ്പോഴത്തേന് അത് ഭയങ്കരമായിട്ടുള്ളൊരു മോശമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ആ ഒരു സമയത്ത് ഇട്ട വീഡിയോയിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഇറക്കി വിട്ടു, ഭയങ്കരമായിട്ട് കരഞ്ഞ് നടു റോഡിൽ രാത്രി ഒരു പെൺകുട്ടി എല്ലാം കൂടെ ആകുമ്പോഴത്തേന് ആൾക്കാർ ചിന്തിക്കുമ്പോഴത്തേന് ആ ഒരു കുടുംബത്തിൻ്റെ ഭയങ്കരമായിട്ടുള്ളൊരു മോശമായിട്ടുള്ള രീതിയിലാണ് വന്നത്. ഒരു പക്ഷേ ചിലപ്പോൾ അവരെ കയ്യിൽ വീഡിയോ ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പം അരുണിമ ചിലപ്പോൾ റിപ്ലൈ തരുമെന്ന് എനിക്ക് തോന്നിയിട്ട് ചിലപ്പോൾ തരാം, അറിയാൻ പറ്റത്തില്ല. എന്നിരുന്നാൽ പോലും ആ ഒരു കാണിച്ചതിൽ അരുണിമ ഭയങ്കരമായിട്ടുള്ള മോശമായിട്ടുള്ള രീതിയിൽ കാണിച്ചു എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയത്. അതുപോലെ തന്നെ ജോർജിൻ്റെ അടുത്തും തെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതില്ല എന്ന് പറഞ്ഞില്ല. പക്ഷേ ഈ ഒരു സ്ഥാനത്ത് അരുണിമ കാണിച്ച ആ ഒരു തെറ്റിത്തിരി കൂടി നിൽക്കുകയാണ് എന്നുള്ളൊരു കാര്യമാണ്. കാരണം എന്ന് പറഞ്ഞാൽ ആ ഒരു വീഡിയോയിൽ പറഞ്ഞ കണക്ക് ആദ്യമേ പറഞ്ഞ് ഇറക്കി വിട്ടു എന്നാണ് പറഞ്ഞത്. ഇപ്പം പുതിയതായിട്ട് ഇട്ട വീഡിയോയിൽ പറയുന്നുണ്ട് ഇറക്കി വിട്ടതല്ല, അത് ഞാൻ ഇറങ്ങി വന്നതാണ്, അത് ആ സമയത്ത് എങ്ങനെ പറഞ്ഞപ്പം മാറിപ്പോയതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ആ ഒരു സമയത്ത് ചെയ്തത് തെറ്റാണെന്ന് തന്നെ അരുണിമയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. അത് ഇത്ര ഇനിയിപ്പം ഭയങ്കരമായിട്ട് ഇതിനെപ്പറ്റി സംസാരിച്ച് ഇനിയും വീഡിയോ ഇടണ്ട എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയൊരു കാര്യം. അരുണിമയ്ക്ക് പറ്റിയ തെറ്റ് മനസ്സിലായെങ്കിൽ അത് അവിടെ നിർത്തുക എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. ഇത് അത് മുമ്പോട്ട് ചെയ്യാതിരിക്കുക, ഇതേ കണക്ക് ഏതെങ്കിലുമൊക്കെ വീട്ടിൽ പോകുമ്പോൾ അത് കണക്ക് ചെയ്യാതിരിക്കുക, അത്ര മാത്രമേ ഉള്ളൂ. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർക്ക് അരുണിമ ഈ ഇട്ട വീഡിയോയിൽ പറഞ്ഞത് സത്യമാണോ അതോ ഇനിയിപ്പം ഇത് പ്ലാൻഡായിട്ട് എന്തെങ്കിലും പറഞ്ഞതാണോ, നിങ്ങളുടെ എന്താണ് ഒപ്പീനിയൻ എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. സോ മറക്കാതെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് പറയുക. ഓക്കെ, ബൈ.